ഇന്ന് ഞങ്ങളെ ഒരു കുഞ്ഞ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. വീട്ടിൽ തന്നെ വോൾക്കാനോ എറപ്ഷനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിനകത്ത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ന്യൂസ് പേപ്പേഴ്സ് ചെറിയ ബോൾസാക്കി റൗണ്ട് ചെയ്തെടുത്തിട്ട് അതും ആ ഒരു ബോട്ടിലിൻ്റെ എഡ്ജ് വരെ വെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ പുറത്തായിട്ട് ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ തുണിസഞ്ചി കോൺ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വോൾക്കാനോയുടെ ചെറിയ ഷേപ്പൊക്കെ വന്നു അല്ലേ. ഇനി വോൾക്കാനോയുടെ വായ ഭാഗത്ത് ഞാൻ കുറച്ച് ഫാബ്രിക് പെയിൻറ്റൊക്കെ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ലാവ വരുന്ന ഒരു സ്റ്റേജ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ചെയ്തത്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വോൾക്കാനോ സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ആദ്യം ഈ ഒരു വോൾക്കാനോയിലേക്ക് വിനീഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വിനീഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണല്ലോ. അപ്പോൾ ധനുമോളാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം വിം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദൃശ്യമാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്ന ആ സമയം മുതൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ബബിൾസ് ഫോർമാറ്റിൽ പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് വിനീഗറിനകത്ത് അസറ്റിക് ആസിഡാണ്, ബേക്കിംഗ് സോഡയ്ക്കകത്ത് സോഡിയം ബൈകാർബണേറ്റാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ആവുന്ന സമയത്ത് സോഡിയം അസറ്റേറ്റ്, വാട്ടർ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഇവ മൂന്നുമാണ് ഫോം ചെയ്യുന്നത്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് ഫോംസായിട്ട് പുറത്തേക്ക് വരുന്നത്, ചെറിയ ബബിൾസായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ ബബിൾസ് പെട്ടെന്ന് പോവാതെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടാതെ അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന ഒരു ലാവയുടെ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കാണുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കണ്ണിലുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സമയമൊന്നും ആയിട്ടില്ല അല്ലേ. എങ്കിലും നമുക്കിത് അവർക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ കാണുന്നൊരു തിളക്കം, അതിനു വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ചെയ്തത്. ഇതുണ്ടല്ലോ 2-3 ആഴ്ച മുൻപാണ് അവരുടെ സ്കൂൾ ശാസ്ത്രമേള നടന്നത് ജില്ലാതലത്തിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വന്ന പേപ്പർ കട്ടിങ് ഞാൻ കാണിച്ച സമയത്ത് അതിൽ വന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു വോൾക്കാനോ എറപ്ഷൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കൊരു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എങ്കിലും അതൊന്ന് ലൈവായിട്ടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഒരു 3 പേരും എന്താണ് എന്ന് കറക്റ്റായിട്ട് അവർക്കറിയില്ല, എങ്കിലും അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, നമുക്കത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. താല്പര്യമുള്ളവർ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. Thank you.